ടൈം കൊച്ചി എങ്ങനെയുണ്ട്? നല്ലൊരു സിനിമ കാണാൻ പറ്റി. നാദക്കാട് എന്താണ് ആശയം എന്ന് വെച്ചാൽ ഇന്ന് നടക്കുന്ന മയക്കുമരുന്ന് കഞ്ചാവിനെതിരെ ജനറേഷന് വേണ്ടി കാണിച്ചിരുന്ന നല്ലൊരു മൂവിയാണ്. ആരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്? ഇതില് നമ്മുടെ ഹരിശ്രീ യശോഞ്ഞന്റെ മകൻ, അതുപോലെ തന്നെ നമ്മുടെ റാഫിക്കയുടെ മകൻ നായകനായിട്ട് എത്തിയിട്ടുണ്ട്. എന്താണ് അവരുടെ വേഷങ്ങൾ പറയാമോ? അവരുടെ വേഷം എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് ഓഫീസറിന്റെ വേഷമാണ് നമ്മുടെ അർജുൻ ചെയ്തിരിക്കുന്നത്. ഗംഭീരമായിട്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ റാഫിക്ക അഭിനയിച്ചിട്ടുണ്ട്, ഉസ്താദ് എന്നൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ ജോണി ആനന്ദ ചേട്ടൻ, സുധീർ, ഡ്രാക്കുള, സുധീരൊക്കെ ഉണ്ട്. കാണാൻ പ്രേക്ഷകർ ഇത് തീർച്ചയായും കാണുക. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ചിലവരൊക്കെ ഈ മയക്കുമരുന്നിന് അടിമയായി പോകുമ്പോൾ അത് തിരുത്താൻ ഈ പടത്തിൽ അതുപോലെ തന്നെ തിരുത്തപ്പെടുന്ന ഒരു സംഭവമായിട്ട് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ നമ്മൾ പറയുന്നില്ല, എല്ലാവരും മൂവി കാണണം. അപ്പോ വൺസ് അപ്പോൺ എ ടൈം കൊച്ചി എന്ന സിനിമ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കാരണം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അലിൻ ജോസ് ഒരു ചെറിയ വേഷമാണ് ഇതിൽ ചെയ്തു. അത് വലിയൊരു ഭാഗ്യമാണ്. കാരണം നാദക്കാട് പടത്തിൽ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഒരു വേഷം ചെയ്യാൻ കാര്യം തന്നെയാണ്. ആ ഒരു സന്തോഷം അലിൻ ജോസിന് ഞാൻ കണ്ടു. കാരണം ആ ഒരു സിനിമയെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് എല്ലാ ഇന്റർവ്യൂസിലും ഇന്നലെ തന്നെ മിന്നുന്താരം എന്ന് പറഞ്ഞൊരു TV ഷോയിൽ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി. കോമഡി മാസ്റ്റേഴ്സ് പറയുകയുണ്ടായി. അപ്പോൾ ആ ഒരു നാദക്ക ആ ഒരു വേഷം കൊടുത്തു. ഇനി അടുത്ത പടത്തിൽ നല്ലൊരു കഥാപാത്രമായിട്ട് അതിൽ വന്നു ചേരാൻ പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറയാം. അപ്പോൾ നാദർഷിക്കാൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള വൺസ് അപ്പോൺ എ ടൈം കൊച്ചി എന്ന സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിച്ചുകൊണ്ട് കണ്ടതാണ്. പ്രത്യേകിച്ച് ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു. പക്ഷേ സിനിമയിൽ കാണിച്ചു കേട്ടോ, അത്യാവശ്യം ഗംഭീരമായിട്ടൊരു പ്രസൻസ് ഉണ്ട് സിനിമയിൽ. വലിയ അഭിനയ പ്രാധാന്യമൊന്നും ഇല്ലെങ്കിലും അത് പ്രസൻസ് ഉണ്ട് സിനിമയിൽ. വെറുതെ നിൽക്കുന്നതല്ല, അതൊരു റോളാണ്, കറക്റ്റായിട്ടുള്ള റോളാണ്. ആംബിയർ ഉണ്ട് സിനിമയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ അശോകൻ്റെ പോലീസ് വേഷം ഗംഭീരമാക്കി. മികച്ച ഫൈറ്റാണ് അർജുൻ അശോകൻ ചെയ്തിരിക്കുന്നത്. ഫൈറ്റ് ഗംഭീര ഫൈറ്റാണ്. പോലീസ് വേഷത്തിൽ ആറാടുകയാണ് അർജുൻ അശോകൻ. പിന്നെ ദേവിക സഞ്ജയ് ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മകൾ എന്ന സിനിമയ്ക്കും ഞാൻ പ്രകാശനിലും നമ്മുടെ ഫഹദിക്കയുടെ നായികയായിരുന്നു. ഇപ്പോൾ മകളിൽ നമ്മുടെ ജയറാമേൻ്റെ മകളായിട്ട് ജയറാമേൻ്റെ നമ്മുടെ മീര ജാസ്മിൻ്റെ മകളായിട്ട് അഭിനയിച്ച സത്യനന്ദിക്കാട് ചിത്രത്തിൻ്റെ പേര് മകളെന്നായിരുന്നു. മകളിൽ അഭിനയിച്ച ശേഷം നമ്മുടെ ദേവിക സഞ്ജയ് മികച്ചായിട്ട് അഭിനയിച്ച സിനിമയാണ് നമ്മുടെ വൺസ് അപ്പോൺ എ ടൈം കൊച്ചി. ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ, റൊമാൻറ്റിക്, ഫാമിലി കോമഡി, ഇമോഷണൽ ഡ്രാമയാണ്. ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. ഒരു ഫാൻറ്റസി ആയിട്ടും കാണാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ് വൺസ് അപ്പോൺ എ ടൈം കൊച്ചി. നാദർഷിക്കാൻ്റെ ഒരു പുതുമ നിറഞ്ഞ സബ്ജക്റ്റാണ്. അമർ അക്ബർ അന്തോണി, കട്ടപ്പന ഋതിക് റോഷൻ, മേരാനാം ഷാജി, ഈശോ, കേശു, ഇവിടെ നാഥൻ. ഒരുപാട് സിനിമകൾക്ക് ശേഷം അമർ അക്ബർ അന്തോണിക്ക് ശേഷമാണ് തന്നുള്ള സിനിമ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി കാണേണ്ട, ഒരു എൻഗേജ് ചെയ്ത് കാണേണ്ട ഒരു സീറ്റേജ് ത്രില്ലറാണ്. പിന്നെ നമ്മുടെ ഷൈൻ ടോം ചാക്കോ സാർ ഗംഭീരമായിട്ടൊരു ആക്ടറിൻ്റെ റോൾ ചെയ്തിരിക്കുന്നു. നടനായിട്ട് തന്നെ ഷൈൻ ടോം ചാക്കോ അഭിനയിച്ചു. നമ്മുടെ ജാഫർ ഡിക്കിയോടെ അഭിനയിച്ചു. ജാഫർ ഡിക്കി ചേട്ടൻ മികച്ചായിട്ട് ക്യാരക്ടർ വേഷം ചെയ്തിട്ടുണ്ട്. കുറച്ച് സീക്വൻസിൽ അത് ഉള്ള വേഷം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ജാഫർക്ക്. പിന്നെ നമ്മുടെ മോളി കണ്ണമാലി ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. ഒരു ആംബുലൻസ് രംഗത്തിൽ മോളി കണ്ണമാലി ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ വ്യത്യസ്തമായിരുന്നു. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണേണ്ട അർജുൻ അശോകൻ, ബുബിൻ റാഫി കുട്ടികളിലെ സിനിമയാണ്. റാഫി സാറാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കലന്തൂർ സാറാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കലന്തൂർ സാറ് പോലീസ് വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാദർഷിക്കാൻ്റെ ജ്യേഷ്ഠ സഹോദരൻ സമ്മതിക്ക അഭിനയിച്ചിട്ടുണ്ട് പോലീസ് ഓഫീസറായിട്ട്. അത് ഗംഭീരമായിട്ടുള്ള വേഷമാണ്. അർജുൻ അശോകനെയും സമ്മതിക്കായിട്ടുള്ള വേഷങ്ങൾ ഗംഭീരമാണ്. പോലീസ് കഥാപാത്രം അർജുൻ അശോകൻ്റെയും സമ്മതിക്കേൻ്റെയും മികച്ചതാണ്. പിന്നെ നമ്മുടെ ബൈജു ചേട്ടൻ്റെ വേഷവും ഗംഭീരം. ബൈജു ചേട്ടൻ പോലീസ് ഓഫീസറായിട്ട് അഭിനയിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സുധീർ കരമന, പിന്നെ നമ്മുടെ ഡ്രാക്കുള സുധീർ ഏട്ടനൊക്കെ ഗംഭീരമായിട്ട് വില്ലൻ വേഷം ചെയ്തിട്ടുണ്ട്. ഒരു പക്ക പാക്ഡ് എൻ്റർടൈൻമെൻ്റ് ആണ്. ഒരുപാട് ആർട്ടിസ്റ്റ് വാല്യൂള്ള സിനിമയാണ് അർജുൻ അശോകൻ, ബുബിൻ റാഫി, നാദർഷിക്ക കൂട്ടുള്ള മികച്ച സിനിമയാണ്. അപ്പോൾ അവസാനമായിട്ട് നമ്മുടെ അഭിലാഷ് ആയിട്ട് എത്ര ചോദിക്കും? എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക, ഈ മൂവി സപ്പോർട്ട് ചെയ്യുക, എൻജോയ് ചെയ്യുക. വൺസ് അപ്പോൺ എ ടൈം കൊച്ചി. കൊച്ചി നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇന്നത്തെ കാലത്ത്. മയക്കുമരുന്നിന്റെയും പുകവലിയുടെയും സംഭവ വികാസങ്ങൾ പറഞ്ഞു വെക്കും. സ്കൂൾ, കോളേജ് പലയിടത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളും പറഞ്ഞു വെക്കുന്നുണ്ട്. എല്ലാവരും വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക മൂവി. അപ്പോൾ വൺസ് അപ്പോൺ എ ടൈം കൊച്ചി വിജയിപ്പിക്കുക. തിയേറ്ററിൽ പോയി കാണാനുള്ള സിനിമയാണ് വൺസ് അപ്പോൺ എ ടൈം. മുബിൻ റാഫിക്കും നമ്മുടെ ഷൈൻ ടോം ചാക്കയ്ക്ക് ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും കാണണം. അർജുൻ അശോകനെ ഇഷ്ടപ്പെടുന്നവരും കാണണം. തിയേറ്ററിൽ പോയി കാണണം. ആശംസകൾ. ഓൾ ദ ബെസ്റ്റ് അർജുൻ അശോകൻ സാർ, മുബിൻ റാഫി സാർ, നാദർഷിക സാറിന് വിജയാശംസകൾ നേരുന്നു. ഓക്കെ, താങ്ക് യു.